Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തതാണ്. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ലേറ്റായി എന്നറിയാം, എന്നാലും കുട്ടികളുടെ റിക്വസ്റ്റ് അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ കാരണം. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, അതിൻ്റെ ഇടയിലാണ് നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവാൻ കാരണം. സോ അത് ആദ്യം തന്നെ പറയുന്നു. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാം. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പാസ്സാകാൻ വേണ്ടിയിട്ട് മിനിമം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പാസ്സാകാൻ 35 മാർക്കാണ് വേണ്ടത് 100-ൽ. സോ 2 പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്കത് നേടാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇന്റേണൽ 10 മാർക്കും ബാക്കി ഒരു 25 എബവ് നമുക്ക് എക്സ്റ്റേണലിൽ എങ്ങനെ മേടിക്കാം. അതിനു വേണ്ടിയിട്ട് പാർട്ട് എയില് ഏതൊക്കെ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യണം. ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ പാർട്ട് എയിലെ മെജോറിറ്റി ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം 15 ചോദ്യങ്ങളിൽ 6 മുതൽ 7 വരെ ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ മൊഡ്യൂളിലെ പല ടോപ്പിക്സിൽ നിന്നാണ്. നമ്പർ 1, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, ദെൻ അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും നിർബന്ധമായും പഠിക്കേണ്ടതാണ്, എല്ലാ പാർട്ടിലും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ CRR എന്താണ്, DRR എന്താണ്, ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, ദെൻ ബോണസ് ഷെയർ എന്താണ്, ബോണസ് ഷെയറിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഈ പറയുന്ന ബോണസ് ഷെയറിന്റെ കണ്ടീഷൻസ് സർക്കംസ്റ്റാൻസസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ അതുപോലെ തന്നെ റൈറ്റ് ഷെയർസ് എന്താണ്, വാല്യൂ ഓഫ് റൈറ്റിന്റെ പ്രോബ്ലം നമുക്ക് പാർട്ട് ബിയിൽ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബൈ ബാക്ക് ഔട്ട് ഷെയർസ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. ഇത്ര ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്സിൻ്റെ ഒരു 6 മുതൽ 7 ചോദ്യങ്ങൾ വരെ നിർബന്ധമായും ഈസി ആയിട്ട് കിട്ടുന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ഈ 4-5 ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് അത്രത്തോളം കൂടുതലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാങ്കിങ് കമ്പനിയുടെ ഏരിയസിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ സ്ലിപ്പ് സിസ്റ്റം എന്താണ്, റിബീറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണ്, ഡൗട്ട്ഫുൾ അസെറ്റ്സ്, സബ്സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, ഇതൊക്കെ എന്താണെന്നുള്ള ചോദ്യം റിപ്പീറ്റ് ആണ്. SLR എന്താണ്, CRR എന്താണ് നോക്കി വെക്കണം. ഇതൊക്കെ ബാങ്കിങ് കമ്പനിയുടെ ഏരിയാസിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇൻഷുറൻസിന്റെ ആണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്താണ്, ദെൻ ഈ പറയുന്ന ആന്വിറ്റി എന്താണ്, ലൈഫ് ഫണ്ട് എന്താണ്, ലൈഫ് ഇൻഷുറൻസിന് സം അഷ്വേർഡ് ലൈഫ് ഇൻഷുറൻസിൽ എന്താണ്, റവന്യൂ അക്കൗണ്ട് എന്താണ് എന്നുള്ളത് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിലെ റവന്യൂ അക്കൗണ്ടാണ് നമുക്ക് SAക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 മാർക്സിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നിർബന്ധമായും ഇൻഷുറൻസിലെ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ടേമുകൾ നോക്കുക. പിന്നെ റീ ഇൻഷുറൻസ് എന്താണ്, റീ ഇൻഷുറൻസ് അഡഡ് എന്താണ്, റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്താണ്, ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, നെഗറ്റീവ് ഗുഡ്വിൽ എന്താണ്, ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനി എന്താണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നാളത്തെ എക്സാമിന് വരുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഡൈലൂട്ടഡ് EPS എന്താണ്, ബേസിക് EPS എന്താണ്. സോ ഈ ചോദ്യങ്ങളാണ് മെജോറിറ്റി നമുക്ക് 2 മാർക്സിൻ്റെ വരാം. ഇപ്പം നോക്കുന്ന കുട്ടിക്കാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കാൻ അധികം സമയം വേണ്ട. ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ആദ്യത്തെ ടേമുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് 5നേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടും. 6 എണ്ണം, ഒരു 10-14 മാർക്ക്, 15 മാർക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് പുഷ്പം പോലെ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എ. ഇനി ഈ പറയുന്ന പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ നമുക്ക് 4 എസ്സേയിൽ 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് വരാം. അത് പിന്നെ പ്രോബ്ലംസിൽ നിർബന്ധമായും ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ഷെഡ്യൂൾസ് നോക്കുക, എന്താണ് അഡ്ജസ്റ്റ്മെന്റ്സ് കുറവാണ്, നമുക്ക് പറ്റുന്ന പോലെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിങ് കമ്പനിയിൽ നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ് മറ്റൊരു പ്രോബ്ലം എസ്സേ വരുന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രോബ്ലം ആണ് മറ്റൊന്ന് വരുന്നത്.
അപ്പോൾ കമ്പൽസറി ആയിട്ട് ഈ പ്രോബ്ലംസ് ആണ് കണ്ടുവരാറ്. പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ കണ്ടീഷൻസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ സിങ്കിങ് ഫണ്ടിന്റെ ജേർണൽ എൻട്രീസ്, അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ ഓൺ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യുന്ന പ്രോബ്ലം, ഇങ്ങനെ കുറച്ച് ഏരിയാസിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറ്. ബൈ ബാക്കിന്റെയും ബോണസിന്റെയും ഒക്കെ തിയറിയും വേണമെങ്കിൽ ഇവിടേക്ക് എടുത്തിടാം, ഒന്ന് മാറ്റി പിടിച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാർട്ട് എയിലും പാർട്ട് സിയിലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിലും ഈ 2 പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ പാസ്സാക്കാൻ സാധിക്കും. എസ്പെഷ്യലി പാർട്ട് എയിൽ ഡിറക്റ്റ് ചോദ്യങ്ങൾ എന്താണെന്നുള്ള ഈ ചോദ്യങ്ങളൊക്കെ നാളത്തെ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 15 എണ്ണത്തിൽ ഒരു 6 എണ്ണം കിട്ടാനും പാർട്ട് ബിയിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇപ്പോൾ ബാങ്കിങ് കമ്പനിയുടെ എസ്സേ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ പാർട്ട് എയിൽ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള റിഡംഷൻ്റെ ഒക്കെ ടോപ്പിക്കുകളില്ലേ, അത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ അത് തന്നെ ഇവിടെയും കിട്ടും തിയറി ആയിട്ട്. അപ്പോൾ 2 എസ്സേ നമുക്ക് അറിയുന്ന പോലെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ 25-നേക്കാൾ കൂടുതൽ പുഷ്പം പോലെ കിട്ടില്ലേ. ദെൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെ പാർട്ട് ബിയിലുണ്ട്. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 8 ചോദ്യങ്ങളിൽ 4 പ്രോബ്ലംസ് 4 തിയറിയാണ് മിക്ക പേപ്പറിലും കണ്ടുവരാറ്. അതിൽ ഈ പറഞ്ഞ പാർട്ട് എയിൽ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ തിയറി ചോദ്യങ്ങളില്ലേ, അതൊക്കെ ഇവിടെയും വരും. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ കണ്ടീഷൻസ്, മെത്തേഡ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിന്റെ പ്രോബ്ലം, ബോണസ് ഷെയറിന്റെ പ്രോബ്ലം, ബോണസ് ഷെയറിന്റെ കണ്ടീഷൻസ്, സർക്കംസ്റ്റാൻസസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്, ബൈബാക്കിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിന്റെ സോഴ്സസ്, വാല്യൂ ഓഫ് റൈറ്റിന്റെ പ്രോബ്ലം, ഇതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ബാങ്കിങ് കമ്പനിയിലോട്ട് വരുമ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിന്റെ പ്രോബ്ലം, അഡ്വാൻസസിന്റെ ബാങ്കിങ് കമ്പനിയിലെ പ്രോബ്ലം, ഓക്കെ, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിന്റെ പ്രോബ്ലം വരാറുണ്ട്. ലാസ്റ്റ് ടോപ്പിക്ക് ഞാൻ EPS, ഡൈല്യൂട്ടഡ് EPS പറഞ്ഞില്ലേ, തിയറി നോക്കാൻ, അതിൻ്റെ ഒക്കെ പ്രോബ്ലം ഇവിടെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് എയിലേക്ക് നോക്കാൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന പാർട്ട് ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി പ്രോബ്ലംസ് ആയിട്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ബോണസ്, വാല്യൂ ഓഫ് റൈറ്റ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ പ്രോബ്ലം ചില സമയത്ത് വരാറുണ്ട്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതുപോലെ തന്നെ അഡ്വാൻസസ്, EPSന്റെ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലംസും തിയറി ഈ പറഞ്ഞ സെയിം ടോപ്പിക്കിലെ തന്നെ തിയറീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇൻഷുറൻസിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ ചില സമയത്ത് തിയറി ആയിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാക്കാൻ സാധിക്കും. ഇവിടെ പാർട്ട് എയും പാർട്ട് ബിയും ഇന്റർലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പല തിയറി ചോദ്യങ്ങൾ പാർട്ട് എയിൽ പറഞ്ഞത് പാർട്ട് ബിയിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചില സമയത്ത് അത് തന്നെ എസ്സേ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പാസ്സാക്കാൻ സാധിക്കും. വലിയ ടോപ്പിക്കുകളൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും ആയിട്ടില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ തിയറി ചോദ്യങ്ങൾ നോക്കുക, നിങ്ങൾ പുഷ്പം പോലെ പാസ്സായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.